നമസ്കാരം, ഞാൻ ശാലു വിനു. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഇത് ബിഗിനേഴ്സിനൊക്കെ വളരെ വേഗത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഞാനിവിടെ നിന്ന് പ്രഷർ കുക്കറിലല്ല ഈ ബിരിയാണി ചെയ്യുന്നത്, ഒരു നോർമൽ പാത്രത്തിലാണ്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഈ ചോറൊക്കെ ഒന്നിൽ തൊടാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ ചോറ് കുഴയാതെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയ സാധനങ്ങൾ: ഞാനൊരു 2 കപ്പ് ബാസ്മതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് അത് ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുക്കുന്നത്. നിങ്ങൾ ബോണുള്ള ചിക്കൻ ആണെങ്കിലും എടുക്കാം കേട്ടോ. ഒരു 2 വലിയ സവാള ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് പുതിനയില, മല്ലിയില നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മല്ലിയില എടുക്കാം, അരമുറി നാരങ്ങയുടെ നീര്. ഇതിൻ്റെ മെയിൻ മസാല ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിയും ഒരു 5-6 പീസ് കറുവാപ്പട്ടയും ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ മസാല. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി വേണം, പിന്നെ ബേ ലീഫ്, 4-5 ഗ്രാമ്പു, 4-5 കറുവാപ്പട്ട, ഏലക്ക, 1 സ്റ്റാർ അനീസ്. നമുക്ക് ആദ്യം തന്നെ ഈ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയും അതേപോലെ കറുവാപ്പട്ടയും ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനിതൊരു ലോ ഫ്ലെയിമിൽ 3 മിനിറ്റ് എണ്ണ ഒഴിക്കാതെ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഞാനിതിപ്പോൾ പൗഡറാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഈ ബിരിയാണിയുടെ മെയിൻ മസാല. നമുക്കിനി ബിരിയാണി തയ്യാറാക്കുന്നതിനായി ഒരു ചുവട് കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ഈ ചൂടാക്കിയ പാത്രത്തിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിക്കാം. ഒരു 1.5 ടീസ്പൂൺ നെയ്യ് മതിയാവും. ഇതിനോടൊപ്പം തന്നെ ഒരു 2-3 ടീസ്പൂൺ എണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് നെയ്യിൽ മാത്രം വേണമെങ്കിലോ എണ്ണയിൽ മാത്രം വേണമെങ്കിലോ ബിരിയാണി ചെയ്യാം. പക്ഷേ ഇത് രണ്ടും കൂടെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്കിതിലേക്ക് ഹോൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ സ്പൈസസ് ഒക്കെ അത്യാവശ്യത്തിനൊന്ന് ഫ്രൈ ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിതിവിടെ ചേർത്തിട്ടില്ല. ഇനി ഇതൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഒരു ബിരിയാണി തയ്യാറാക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്ക് ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴന്ന് കിട്ടണം. അതിനായിട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ വേഗം വഴന്ന് കിട്ടും. ഈ സവാള നല്ലതുപോലെ വഴന്ന് കിട്ടിയെങ്കിൽ മാത്രമേ ആ ബിരിയാണിക്ക് പെർഫെക്റ്റ് ഒരു ടേസ്റ്റ് വരുള്ളൂ. അല്ലാതെ ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഉള്ള രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ബിരിയാണിയുടെ ടേസ്റ്റ് വരില്ല. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് നമുക്ക് ഇതൊന്ന് വഴന്ന് വരണം എന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യാൻ പാടില്ല. ലോ ഫ്ലെയിമിലും ചെയ്യേണ്ട കാര്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കേണ്ടത്. കുറച്ച് സമയമെടുക്കും, എങ്കിലും നമുക്ക് ബിരിയാണിയുടെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്കിത് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണുള്ളതെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഇത് ഫ്രഷായിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന് നല്ലൊരു ടേസ്റ്റ്, ഒരു മണമൊക്കെ കിട്ടും. ഇനി ഇതിൻ്റെ പച്ചക്കുത്ത് പോകുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോഴിത് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ. ഇതിപ്പം നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ചില്ലി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളക് ആണ് ഈ ബിരിയാണിക്ക് ബെസ്റ്റ്. എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ എരിവിനായിട്ട് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലയിൽ നിന്ന് 1 ടീസ്പൂൺ മസാല ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് വഴറ്റി നമ്മൾക്ക് ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് പോകുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇത് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട്
ഈ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണേ. ചിലർക്ക് ബിരിയാണിയിൽ തക്കാളി കുറച്ച് കടിക്കുന്നത് ഇഷ്ടമുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് വഴറ്റേണ്ട കാര്യമില്ല. ഞാനിതിവിടെ നല്ല സോഫ്റ്റായിട്ട് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പരുവം. ഇപ്പോൾ തന്നെ ഈ മസാലയുടെ നല്ലൊരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ലെമണും ചേർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ബോൺലെസ് ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. എനിക്ക് ഇത്തവണ അതാണ് കിട്ടിയത്. നിങ്ങളുടെ കയ്യിൽ എല്ലുള്ള ചിക്കൻ ആണെങ്കിൽ അത് ബിരിയാണിക്ക് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് തരും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ മസാലയും ചിക്കനും ഒക്കെ കൂടെ നല്ലതുപോലെ മിക്സ് ആവുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മളുടെ ഈ മസാലയൊക്കെ ഒന്ന് എത്തുന്നത് പോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതൊക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് തൈര് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ തൈരാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ തൈര് വേണം എന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ കൂടെ ആദ്യം തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതായത് ചിക്കനും തൈരും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഉപ്പും കൂടി ചേർത്ത് ആദ്യമേ ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഈ ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ആദ്യം തൈര് സെപ്പറേറ്റായിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പുതിനയില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ ഒന്ന് പാതി വെന്ത് കിട്ടണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. നിങ്ങൾ ചിക്കൻ വേഗം കുറച്ച് സമയം എടുക്കുമെങ്കിൽ വേണമെങ്കിൽ ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കിനി ഇതിലേക്ക് ബാക്കി തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയും കറുവാപ്പട്ടയും ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത മസാല കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇനി ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ ഈ ചിക്കനിൽ നിന്ന് നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ചിക്കൻ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി ചിലപ്പോൾ തയ്യാറാക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ ഇതൊന്ന് എടുത്ത് കഴിച്ചാൽ കൊള്ളാമെന്നൊന്ന് തോന്നും. അത്ര നല്ലൊരു ഫ്ലേവറാണ് നമുക്കിതിൽ കിട്ടുക. ഇനി നമുക്കിതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ ജ്യൂസ് പിഴിഞ്ഞൊഴിക്കണം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. നമ്മുടെ ഈ ലെമണും അതേപോലെ മസാലയും ചിക്കനും ഒക്കെ നല്ലപോലെ ബ്ലെൻഡ് ആവുന്ന പോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഈ ചിക്കൻ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് പെട്ടെന്ന് ഒരു പാതി വെന്ത് കിട്ടും. മുഴുവൻ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചോറിൻ്റെ കൂടെ ഇനി ചിക്കൻ ഒന്ന് വേവുന്നതാണ്, നമ്മുടെ റൈസിൻ്റെ കൂടെ. അതുകൊണ്ട് ഈ ചിക്കൻ നമ്മൾ പാതി മാത്രം വേവിച്ചിട്ടാണ് ബാക്കി ഇതിലേക്ക് റൈസും ചേർത്ത് രണ്ടും കൂടെ ഒരുമിച്ച് വേവിച്ചെടുത്താണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ 2 കപ്പ് റൈസിന് 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ റൈസ് ആദ്യമേ 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് ആവശ്യമെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള പുതിനയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി ഉപ്പ് നമുക്ക് ചെക്ക് ചെയ്തിട്ട് ഈ വെള്ളത്തിൽ ഉപ്പ് കുറച്ച് കൂടുതലായിരിക്കണം ടേസ്റ്റ് ഉണ്ടാവുക. അതായത് നമ്മൾ ബിരിയാണി കഴിക്കുമ്പം നമുക്ക് പാകത്തിന് ഉപ്പ് വരില്ലേ, അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഉപ്പ് നമുക്ക് ഈ സമയത്ത് തോന്നണം. അപ്പോഴേ നമ്മുടെ ബിരിയാണിയിൽ കറക്റ്റ് ഉപ്പായിരിക്കുള്ളൂ. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന ബാസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരക സാമ്പാർ റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും നമ്മുടെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും തരുന്നത്. ഞാനിന്നിവിടെ ബാസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി
ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കനും റൈസും നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ആവണം. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പോ നാരങ്ങ നീരിൻ്റെ പുളിയോ എന്തെങ്കിലും കുറവായിട്ട് തോന്നുകയാണെങ്കിൽ, എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ ബിരിയാണിയിൽ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മളിത് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ചോറൊക്കെ ഉടയാതെ ശ്രദ്ധിച്ച് വേണമെന്ന് ഇളക്കാൻ. വെള്ളമൊക്കെ അത്യാവശ്യം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് മൂടി വെച്ച് ഇതൊന്ന് സിമ്മിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. ഈ സിമ്മിൽ വെച്ച് കഴിയുമ്പോഴേക്കും ഈ പ്രഷർ പുറത്ത് പോവാതിരിക്കാനായിട്ട് ഞാൻ ഇവിടെയുള്ള ഹോളിൽ ഒരു ഗ്രാമ്പു വയ്ക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ തുറന്ന് നോക്കാം. നല്ലൊരു മണമൊക്കെയാണ് കേട്ടോ ഈ സമയത്ത് ബിരിയാണിയുടെ വരുന്നത്. വീട് മുഴുവൻ ഈ ബിരിയാണിയുടെ മണം വരും. നമുക്കിനി ഈ ചോറൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ച് ഞാനൊരു 10 മിനിറ്റ് സിമ്മിലിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ നെയ്യൊന്ന് ഈ ചോറിലേക്ക് നല്ലതുപോലെ ഇറങ്ങുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ഇളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വലിയ തവിയൊന്നും യൂസ് ചെയ്ത് ഇളക്കാൻ പാടില്ല. ഒരു ചെറിയ സ്പൂൺ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ ചോറൊന്നും ഉടഞ്ഞു പോവില്ല കേട്ടോ. നിങ്ങൾ ഈ 10 മിനിറ്റ് സിമ്മിലിട്ടതിന് ശേഷം ചെക്ക് ചെയ്ത് കുറച്ചുകൂടെ വേവണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് സിമ്മിലിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. ഓരോ ബാസ്മതി റൈസിനും ഓരോ വേവാണ്. അപ്പോൾ നിങ്ങളതൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക്. ഇപ്പോൾ നമ്മുടെ ചോറൊക്കെ പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നോക്ക്, ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല. ഒരു ചോറ് ഒന്നിൽ തൊടാതെ നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചിലപ്പോൾ കുക്കറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ രീതിയിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ബിരിയാണി വീട്ടിൽ വേഗത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇതൊന്ന് മാറ്റിയെടുക്കാം. കുറേ നേരം ചൂട്ടിൽ വെച്ചാൽ ചിലപ്പോൾ ഇതൊന്ന് അടിയിൽ പിടിക്കാനോ അതല്ലെങ്കിൽ കുറച്ചുകൂടെ ചോറൊന്ന് കുഴഞ്ഞു പോകാനോ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ചൂട് ബിരിയാണി ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഈ ബിരിയാണിയുടെ കൂടെ പുഴുങ്ങിയ മുട്ടയോ അച്ചാറോ സാലഡോ ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ബിരിയാണിയുടെ കൂടെ 1 സ്പൂൺ തൈര് ഒഴിച്ച് കഴിച്ചാലും വളരെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ എപ്പോഴും തയ്യാറാക്കുന്ന ബിരിയാണിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറും ടേസ്റ്റുമാണ് ഈ ബിരിയാണി നമുക്ക് തരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതിപ്പോൾ കാണിച്ചു തരാം ഈ ചോറ് നമുക്ക് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നുള്ളത്. നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ 1 പീസ് ചിക്കനും 1 സ്പൂൺ ചോറും കൂടെ കഴിക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ കഴിച്ചിട്ടേ ഇരിക്കാൻ തോന്നി. ഈ കോമ്പിനേഷനിൽ കുറച്ച് ചോറും 1 പീസ് ചിക്കനും ചേർത്ത് എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കുന്ന സമയം പോകുന്നതേ അറിയില്ല. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ നിങ്ങൾ ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ.